നമസ്കാരം. മെക്കാട് പണിക്കാരൻ മെഡിക്കൽ സീറ്റ് കച്ചവടത്തിന് മെത്രാനായപ്പോൾ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് സ്ഥിരം തട്ടിപ്പ് നടത്തുന്ന വ്യാജ ബിഷപ്പ് പോലീസിൻ്റെ പിടിയിലായി. MDക്ക് പ്രവേശനം വാങ്ങി നൽകാമെന്ന് പറഞ്ഞാണ് ഇദ്ദേഹം 30 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ബിഷപ്പുധാരിയായ ഡേവിഡ് വി വിലൂക്കോസിനെയാണ് ബാംഗ്ലൂരിൽ നിന്ന് വഞ്ചിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 6 കൊല്ലം മുമ്പ് കാരക്കോണം CSI മെഡിക്കൽ കോളേജിൽ അഡ്മിഷനായി വ്യാജ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയതിന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. CMS ആംഗ്ലോക്യൻ സഭയുടെ നെടുങ്കുന്നം ബിഷപ്പ് എന്ന പേരിലാണ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പരിചയപ്പെടുന്നത് ഇയാൾ. ബിഷപ്പിൻ്റെ വേഷത്തിലുള്ള ചിത്രങ്ങളും മറ്റു രേഖകളും കാണിച്ച് ഇയാൾ ഇരകളെ വീഴ്ത്തും. ബംഗളൂരുവിൽ ബിഷപ്പിൻ്റെ അരമനയ്ക്കൊപ്പം ബിഷപ്പ് ഹൗസ് ഫൗണ്ടേഷൻ എന്ന പേരിൽ സ്ഥാപനവും തുടങ്ങിയാണ് ഇദ്ദേഹം തട്ടിപ്പ് നടത്തുന്നത്. പാൽക്കുളങ്ങര സ്വദേശിയായ സന്തോഷ് കുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിലും കർണാടകത്തിലും ഇയാൾക്കും കൂട്ടാളികൾക്കുമെതിരെ സമാനമായിട്ടുള്ള കേസുകൾ ഉണ്ട് താനും. 2018 ഇയാൾ നൽകിയ വ്യാജ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പ്രകാരം കാരക്കോണം മെഡിക്കൽ കോളേജിൽ നടന്ന അഡ്മിഷനുകൾ അതിൽ പ്രവേശന മേൽനോട്ട സമിതി അന്ന് റദ്ദാക്കിയിരുന്നു. CMS ആംഗ്ലിക്കൻ ബിഷപ്പ് എന്ന പേരിൽ നൽകിയ സമുദായ സർട്ടിഫിക്കറ്റുമായി പ്രവേശനം നേടിയ 9 പേരുടെ അഡ്മിഷനാണ് റദ്ദാക്കിയത്. പണം വാങ്ങി സമുദായ സർട്ടിഫിക്കറ്റ് നൽകിയവനാണ് ഈ ഫ്രോഡ് ബിഷപ്പ്. സീറ്റ് മെട്രിക് അട്ടിമറിച്ചാണ് പലപ്പോഴും ഇവർ ഈ മെഡിക്കൽ MBBS സീറ്റ് കച്ചവടം പൊടിപൊടിക്കുന്നത്. എപ്പോഴും സീറ്റ് മെട്രിക് അട്ടിമറിക്കുക എന്നാൽ ഈ സംവരണ സീറ്റുകൾ വിൽക്കുക എന്നതാണ്. കാരണം ഇവർക്ക് സംവരണമുണ്ടല്ലോ, ഈ സഭകൾക്ക് അങ്ങനെ സംവരണം കിട്ടും. അപ്പോൾ ആ സംവരണ സീറ്റുകളാണ് ഇവർ കച്ചവടം നടത്തുന്നത്. CSI കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തവരെയാണ് ഇവർ കച്ചവടത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇവ ഈ ന്യൂനപക്ഷ പദവിയുള്ള സ്ഥാപനങ്ങളായതിനാൽ 50% സീറ്റുകൾ ഈ മെറിറ്റോറിയസ് വിദ്യാർത്ഥികൾക്കും ബാക്കി 50% മാനേജ്മെൻറ്റ് കോട്ടയ്ക്കുമാണ് ലഭിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ 100 സീറ്റുകളാണ് ഉള്ളത്. അപ്പോൾ അഴിമതിയിൽ ഉൾപ്പെട്ടവർ അമിത നിരക്കിൽ ആളുകൾക്ക് ഇവ വാഗ്ദാനം ചെയ്യുകയും അവരുടെ വില താങ്ങാനാവുന്ന വിദ്യാർത്ഥികളുടെ പേരിൽ വ്യാജ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് സീറ്റ് തരപ്പെടുത്തുന്നതും കോടികൾ കൊയ്യുന്നതും. കേരളത്തിൽ MBBS, BDS, MD കോഴ്സുകളിൽ പ്രവേശനത്തിന് കേരളീയരല്ലാത്തവർക്ക് യോഗ്യതയില്ലെന്നറിഞ്ഞിട്ടും സീറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഈ വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ മേസ്തിരി പണിക്കും മെക്കാട് പണിക്കും വാർക്കപ്പണിക്കുമൊക്കെ നടന്നിരുന്നവന്മാരെ അവന്മാരെ പിടിച്ചിരുത്തി ബിഷപ്പുമാരാക്കി അവന്മാർക്ക് ലോഹം കൊടുക്കും. എന്നിട്ട് ഇവരുടെ ഈ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു സഭ എന്ന് പറഞ്ഞിട്ട് ഈ വരുന്ന മറ്റ് കമ്മ്യൂണിറ്റിയിൽ വരുന്നവർ അവർ മാത്രം വരുമ്പോൾ ഇവന്മാർ ഈ കുപ്പായം ഇട്ടിരിക്കും. എന്നിട്ട് അവർ ഈ കമ്മ്യൂണിറ്റിയിൽ ഉള്ളതാണ് എന്ന് ഇവന്മാർ തന്നെ അങ്ങ് സർട്ടിഫിക്കറ്റ് ചെയ്ത് കൊടുക്കും. അതിനുള്ള പ്രതിഫലം ഇവന്മാർക്ക് ഈ നക്കാപ്പിച്ച പണം ഒരു 2000-ഓ 5000-ഓ പ്രതിഫലം കിട്ടുമെന്ന് രാജേന്ദ്രബാബു കമ്മീഷൻ മുൻപാകെ തന്നെ ഇവന്മാർ മൊഴി നൽകിയിട്ടുള്ളതുമാണ്. എന്നിട്ടും ഇവന്മാർ ഈ സീറ്റ് 1 കോടിക്കോ 1.5 കോടിക്കോ ഒക്കെ വിൽക്കും. എന്നിട്ട് അവർ ഈ കമ്മ്യൂണിറ്റിയിലാണെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയാണ് മുന്നോട്ടുള്ളവരുടെ ബാക്കി പരിപാടികളുമായി പോകുന്നത്. തട്ടിപ്പിൻ്റെ മറ്റൊരു മുഖമാണ്. അപ്പോൾ അവരുടെ പേരുള്ള സീറ്റ് മറ്റുള്ളവർക്ക് കോടികൾക്ക് വിൽക്കുന്നത് സീറ്റ് മെട്രിക് അട്ടിമറിച്ചാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല സീറ്റ് മാട്രിക്സിൻ്റെ പേരിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള കേസുകളും അതിപ്പോൾ അട്ടിമറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയ തട്ടിപ്പാണ് എന്നും ഇതിനകത്ത് ഉൾപ്പെട്ട തിമിംഗലങ്ങളെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നും ഹൈക്കോടതി പോലും ചോദിച്ചിട്ടുണ്ട്. ഇതുവരെയും അവരാരും പിടിയിലായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ബിഷപ്പ് വേഷധാരിയായ ഡേവിഡ് വി ലൂക്കോസ് ഈ ശൃംഖലയിലെ ഏറ്റവും ചെറിയ കണ്ണിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ധർമ്മരാജ് റസാലം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്തിയ ഒരുത്തനെയും പിടിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരുത്തനെയും പിടിക്കപ്പെട്ടിട്ടില്ല. നമുക്ക് അതുപോലെ തന്നെ അറിയാവുന്നതാണ് കോടികൾ തട്ടിപ്പ് നടത്തിയ ബെനറ്റ് എബ്രഹാമിനെ പോലുള്ളവർ. ബെനറ്റിൻ്റെ പേരിലും ഒന്നും ഇതുവരെ ഒരു നടപടിയും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരക്കോണത്തെ ഡോക്ടർ സോമർവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജിലെ കണക്കിൽപ്പെടാത്ത പണം സ്വരൂപിച്ചതുമായി ബന്ധപ്പെട്ട സീറ്റ് കുംഭകോണവുമായി ബന്ധപ്പെട്ടിട്ട് ബിഷപ്പിനെ നേരത്തെ ED ചോദ്യം ചെയ്തിരുന്നു, ധർമ്മരാജ് റസാലത്തിനെ. അത് പ്രേക്ഷകർ മറന്നു കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ നിന്ന് UK പറക്കുന്നതിന്
ED അഥവാ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, അതായത് CSIയുടെ ബിഷപ്പായിട്ടുള്ള ധർമ്മരാജ് റസാലത്തെ ഇമിഗ്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞിരുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? കൂടാതെ സഭയുടെ സെക്രട്ടറി TT പ്രവീണിൻ്റെയും CSI മെമ്മോറിയൽ മെഡിക്കൽ കോളേജിലെ മുൻ ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാമിൻ്റെയും ഒക്കെ പേരിലും അവരുടെ വസതികളിലുമൊക്കെ ഒരേ സമയം റെയ്ഡുകൾ നടന്നതൊക്കെ എന്തിനായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ പ്രേക്ഷകർ? MD MBBS സീറ്റ് അനുവദിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് 50 ലക്ഷവും 1 കോടിയും രൂപയിലൊക്കെ കൂടുതൽ ക്യാപിറ്റേഷൻ ഫീസ് പിരിച്ചതായിട്ട് പിന്നീട് പ്രവേശനം നൽകിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ ഏകദേശം 24 വിദ്യാർത്ഥികളുടെ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെയൊക്കെ ഈ റെയ്ഡടക്കം നടന്നത് എന്നുള്ളതാണ്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതായത് CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഈ ബെനറ്റ് എബ്രഹാമിനെ മത്സരിപ്പിച്ചതോടുകൂടിയാണ് എബ്രഹാം പ്രശസ്തിയിലേക്ക് വരുന്നത്. എന്നിരുന്നാലും അദ്ദേഹത്തിന് 3-ാം സ്ഥാനം പോലും അന്നവിടെ ലഭിച്ചില്ല. ഇത് തിരുവനന്തപുരം സീറ്റിനെ ചൊല്ലി CPI പേയ്മെൻറ്റ് സീറ്റാക്കി മാറ്റിയെന്ന ആരോപണത്തിന് വരെ കാരണമായി വലിയ വിവാദമൊക്കെ ഉണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു ബെനറ്റ് എബ്രഹാം അന്നും ഇന്നും. എന്നാൽ 2020 ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ കോടതി മുറിയിലെ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, കാരക്കോണം മെഡിക്കൽ കോളേജ് അഴിമതിയിൽ ഉൾപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന ബിഷപ്പ് ധർമ്മരാജ് റസാലത്തെയും മറ്റുള്ളവരെയും അറസ്റ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് ഭയമുണ്ടോ എന്ന്. അപ്പോൾ അതിനുള്ള മറുപടി നെഗറ്റീവായപ്പോൾ ബിഷപ്പ് റസാലം, CSI സഭാ സെക്രട്ടറി പ്രവീൺ, മുൻ ഡയറക്ടർ ബെനറ്റ് എബ്രഹാം എന്നിവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് കോടതിക്ക് ചോദിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ ഒരു പരൽ മീനിനെ പിടിച്ചിരിക്കുന്നു. ബിഷപ്പ് വേഷധാരിയായ ഡേവിഡ് V. ലൂക്കോസിനെ ബംഗളൂരിൽ നിന്നാണ് ഈ വഞ്ചിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്ത് തട്ടിപ്പാണെന്ന് കണ്ടറിയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭീകരാവസ്ഥ എന്തെന്നാൽ, ഈ കാരക്കോണം മെഡിക്കൽ കോളേജിൽ യാതൊരുവിധ വിദ്യാഭ്യാസ യോഗ്യതയുമില്ലാത്ത കാശ് കൊടുത്ത് സീറ്റ് വാങ്ങിയവർ MBBS പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും. മറ്റുള്ളവരെയല്ല പറയുന്നത്. ഇവരാണ് നാളെ രോഗികളെ ചികിത്സിക്കുവാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇത്തരത്തിൽ യോഗ്യതയില്ലാത്തവന്മാരുടെ കൈപ്പിഴ കൊണ്ട് എത്രയെത്ര മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞു പോകുന്നത്. നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയപ്പെടുന്നത് ഇവന്മാരെപ്പോലുള്ളവർ ഏത് കോളേജിൽ പഠിച്ചെന്നോ, എന്ന് പഠിച്ചെന്നോ, എങ്ങനെ പഠിച്ചെന്നോ ആരും തന്നെ അന്വേഷിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഓരോ തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചെത്തുന്ന രോഗികളെ ഇതുപോലെ പഠിച്ചിറങ്ങുന്നവന്മാരാണ് ചികിത്സിച്ച് കൊല്ലുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ പല വാർത്തകൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അറുതി വരുത്തണം. അതിന് ഉന്നതങ്ങളിൽ, ഈ അത്യുന്നതങ്ങളിലൊക്കെ പിടിപാടുള്ളവന്മാരെ ആദ്യം പിടിച്ച് അകത്താക്കണം. അത് ഏത് പള്ളിയിലെ ബിഷപ്പായാലും മെത്രാനായാലും പള്ളിത്തന്തയായാലും ശരി, പിടിച്ചകത്താക്കുക തന്നെ വേണം. അപ്പോൾ ഇതുപോലെ മനുഷ്യ ജീവൻ വെച്ച് വിലപേശുന്ന ക്രൂരന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. മാത്രമല്ല മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. നല്ല ശിക്ഷ നൽകുകയും വേണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.